10 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ എന്ന നേതാവ് സമ്പാദിച്ചത് എത്രത്തോളം പണവും സ്വത്തും എന്നറിയില്ലെങ്കിലും അതൊക്കെ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീടിനു സമീപത്ത് നിന്ന് മാറുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിണറായിയുടെ വീടിന് ചുറ്റും ഇഡിയാണ്. അവരുടെ നിരീക്ഷണം തുടരുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിൽ ഇന്നലെ രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘമെത്തി വീണ്ടും കാര്യങ്ങൾ തിരക്കിയെന്നാണ് അറിയുന്നത്. രാവിലെ 10:30-ഓടെയാണ് 2 ഇഡി ഉദ്യോഗസ്ഥർ പാതിരിയാട് വില്ലേജ് ഓഫീസറെയും കൂട്ടി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെത്തിയത്. വീടിന് മുന്നിലുള്ള സ്ഥലത്തിന്റെ ഫോട്ടോ പകർത്തിയ ശേഷം സംഘം മടങ്ങുകയായിരുന്നു. അത് പിണറായി വിജയന്റെ ഭൂമി തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ അതിനുശേഷം ഇഡി ഉദ്യോഗസ്ഥർ പോയത് പിണറായി വില്ലേജിലെ തന്നെ എടക്കടവ് പ്രദേശത്തായിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയുള്ള ഭൂമിയാണുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പിതാവിന്റെ ഭരണത്തിൽ പാവം മകൾ പെൻഷൻ പണം കൊണ്ട് ബംഗളൂരുവിൽ കമ്പനി തുടങ്ങുക മാത്രമല്ല കണ്ണായ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുറപ്പിക്കുന്ന തരത്തിൽ വില്ലേജ് ഓഫീസർ കാണിച്ചു കൊടുത്ത ഈ സ്ഥലത്തിന്റെയും ഫോട്ടോകൾ പകർത്തിയ ശേഷമാണ് ഇഡി സംഘം മടങ്ങിയത്. എന്തിനാണ് പരിശോധന നടത്തിയതെന്ന് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ലെങ്കിലും എല്ലാവർക്കും നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇഡി പരിശോധന നടന്ന ദിവസം സ്ഥലത്തു നടന്ന അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇനി ഒരു കുഞ്ഞു പോലും പുറത്തിറങ്ങില്ല. കാര്യം പിടികിട്ടിയിരിക്കുന്നു. 1957-ലെ EMS നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങ് അച്യുതാനന്ദൻ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ വീട്ടിലോ വളപ്പിലോ ഇതുവരെ ഒരു പോലീസ് പോലും അന്വേഷണത്തിന് കയറിയിട്ടില്ല. ഇത് മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ടവരുടെയും വീട്ടിൽ മുഴുവൻ അന്വേഷണ സംഘങ്ങളാണ്. പിണറായിയോട് മാത്രമുള്ള വിരോധമല്ല ഇതെന്നും തട്ടിപ്പ് നടത്തിയതിന്റെ അന്വേഷണമാണ് നടക്കുന്നതെന്നും സാക്ഷാൽ പിണറായിയിലെ ജനങ്ങൾക്കും പിടികിട്ടിയിരിക്കുന്നു. അതായത് കരിമണൽ കമ്പനിയുടെ നടത്തിയ കള്ളപ്പണ ഇടപാടിൽ 2 തവണയാണ് പിണറായിയുടെ മകൾ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്തത്. അതിനെല്ലാം അപ്പുറത്ത് അന്വേഷിച്ചും പരിശോധിച്ചും കണ്ടെത്തിയ തെളിവുകൾ നൂറുകണക്കിന് വേറെയുമുണ്ട്. അതിൽ നിന്നും വളരെ വ്യക്തമായി കണ്ടെത്തിയ കാര്യം വീണ വിജയൻ തന്റെ പിതാവ് മുഖ്യമന്ത്രിയായെന്നുള്ള ആനുകൂല്യത്തിലും സ്വാധീനത്തിലും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത്. അതിനി എത്ര ന്യായീകരണം നടത്തിയാലും മറച്ചുവെക്കാനാകില്ല. ഈ അന്വേഷണത്തിന്റെ അവസാനത്തിൽ വീണയുടെ സ്വത്ത് കണ്ടുകെട്ടുകയെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇഡി എത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. അതിന്റെ പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വീണ സമ്പാദിച്ചത് അനധികൃതമായ മാർഗത്തിലാണെങ്കിൽ അത് കണ്ടുകെട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ധാർമ്മികത ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ രാജിയാണ് കേരളം ആവശ്യപ്പെടുകയെന്ന് ഉറപ്പാണ്.